ഒരു പെങ്ങളെങ്കിൽ ഞാൻ വെട്ടി വിളിക്കണേ. എന്നാലും നാട്ടുകാരെ മുമ്പ് ചടങ്ങ് വിളിച്ചില്ലേ? അഹങ്കാരം അല്ലാന്ന് പറയാൻ അവർ ഇതിനു മുമ്പ് പറഞ്ഞൊന്നും കാരണം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞോടത്തോളൊക്കെ മതി. ഇനി എന്റെ ശത്രുവാണ് അവൾ, ശത്രു. ഇത്രയും കാലമായിട്ട് ഞങ്ങളായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കണാറിന് എന്തൊക്കെയാ നിങ്ങളെ പറ്റി പറയാറ്? ഒന്നുമില്ലെങ്കിൽ പെങ്ങളാണെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? ചിരിയും കളിയുമായിട്ട് കഴിഞ്ഞപ്പോ രണ്ടാളും ഒന്നാണെന്നല്ലേ കരുതിയത്? അയാളുടെ മനസ്സിലിരിപ്പ് ഇങ്ങനെയാണെന്ന് ആരെങ്കിലും അറിഞ്ഞോ? ഈ കണക്കിന് മക്കൾ തമ്മിലുള്ള കല്യാണം നടക്കാൻ എത്ര നന്നായി. നടന്നിരുന്നേൽ എന്റെ ദൈവമേ, അയാൾ അവരെയൊക്കെ വിഷം കൊടുത്ത് കൊന്നേനെ. കണ്ടറിഞ്ഞവളല്ലേ ഈ നാരായണി, കൊണ്ടറിഞ്ഞവളാ. വടക്കേകര കണാറിന്റെ അവസാനം കണ്ട് ഈ തെക്കേകര നാരായണി അടങ്ങൂ. ഇനി ഈ വടക്കേക്കര വീട്ടിൽ നിന്നാരും തെക്കേക്കരയിൽ കാലുകുത്തില്ല. എന്താ എന്താ പറയുന്നേ? എന്റെ പെങ്ങൾ ചത്തു. അയ്യോ എന്റെ ദൈവമേ, എപ്പോ? ഇപ്പോ അവളെ ഇരിക്കപ്പിട്ടം വെച്ചേ എനിക്ക് മനസ്സമാധാനമാകും. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നാട്ടുകാർ ഫലം പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. മഷിനോട്ടത്തിന്റെ ബാലപാഠം അവളെ പഠിപ്പിച്ച ഈ ഞാനാ. എന്നിട്ടിപ്പോ അവള് പറയുന്നത് കേട്ടോ. എന്താ പറഞ്ഞത്? എനിക്കൊന്നും അറിയില്ലാന്ന്. സംശയം തീർന്നു അവളാണെന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അച്ഛൻ... ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നവനല്ലേ ഈ കണാറ്. അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ ഞാനൊരു നുണയനാണെന്ന്, വിവരമില്ലാത്തവനാണെന്ന്. ഇത്രയും കാലം ഒന്നായി കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു തർക്കം വേണോ? അത് അവള് ചിന്തിച്ചില്ലല്ലോ. അവള് ചിന്തിച്ചില്ലേലും നിങ്ങൾ ചിന്തിക്കണ്ടേ? നിങ്ങളല്ലേ മൂത്തത്. മൂത്തതെന്ന് കരുതി എന്ത് സഹിക്കണം? കുറച്ചൊക്കെ സഹിക്കണം. മക്കള് തമ്മിലുള്ള കല്യാണം വരെ ഉറപ്പിച്ചിരിക്കില്ലേ? അത് നടക്കില്ല. അത് നടക്കില്ലെന്ന് മാത്രമല്ല, ഇനി നിങ്ങൾ തമ്മിൽ കാണാൻ കൂടി പാടില്ല. അല്ല, പെട്ടെന്നുള്ള ദേഷ്യത്തിന് അച്ഛനൊന്നും പറഞ്ഞ വാക്ക് മാറ്റുന്നവനല്ല ഈ കണാരൻ. ആലോചിച്ച് തന്നെയാണ് തീരുമാനിച്ചത്. എന്റെ സർവസ്വമായി മഷിയിൽ തൊട്ടിയാൽ സത്യം ചെയ്യുന്നു. നിങ്ങൾ കൂടി എന്നെ ധിക്കരിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്നെ ധിക്കരിച്ചാൽ ജീവിച്ചിരിക്കില്ല ഒരുത്തനും. പറഞ്ഞത് മനസ്സിലായോ? എനിക്കത് എപ്പോഴേ മനസ്സിലായി. മക്കളോടാ ചോദിച്ചത്. അച്യുതന് ഇനി തങ്കമണി കാണരുത്. ഇല്ല, ഇവൻ എന്റെ മോൻ തന്നെ. അംബിക മണികണ്ഠനെ ഞാൻ കാണും. കുട്ടിക്കാലം മുതൽക്ക് മണിയേട്ടന്റെ പെണ്ണയല്ലേ എന്നെ വളർത്തിയത്. എന്നിട്ടിപ്പോ അംബികേ ചൂടാകണ്ട. ഇവളെ പ്രസവിച്ചത് നാരായണി തന്നെ, സംശയമില്ല. ലംബോദര, എന്തോ എന്നെ ധിക്കരിച്ച് ജീവിക്കാന്ന് ആരും വ്യാമോഹിക്കണ്ട. വെട്ടി നുറുക്കും ഞാൻ. ഓർമ്മയിരിക്കട്ടെ. എന്തൊരു കഷ്ടം. ആരോടും മിണ്ടാൻ പാടില്ല, ആരും കാണാൻ പാടില്ല. അച്ഛൻ എടാ നിക്കാൻ. അച്ഛനും അമ്മായും കൂടെയുള്ള പിണക്കത്തിന് ഞാൻ എന്ത് പിഴച്ചു? എനിക്ക് പേടിയാ. അമ്മ അറിഞ്ഞാല്... ആണാണോടാ നീ അമ്മയെ പേടിച്ച് നടക്കാൻ? ആവശ്യത്തിന് വേണം. ഇതൊരു കാര്യമില്ലാതെ പണങ്ങിയതിന്. വേണ്ട മണിയണ്ട. ആരെങ്കിലും കണ്ട് അമ്മയോട് എങ്ങാനും പറഞ്ഞ നിന്നെ കൊല്ലും. ഇതിലും നല്ലതാ. തങ്കമണിയുടെ അംബികയുടെ അവസ്ഥ നീ എന്താ ഓർക്കാത്തെ? മണികണ്ട, ഞാൻ ധൈര്യമായിട്ടിരിക്ക. നമ്മളെങ്കിലും ഒന്നായിട്ട് നിൽക്കുക. എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. കരണക്കുറ്റിക്ക് രണ്ട് കൊടുക്ക വേണ്ടത്. ഹേട്ടനാച്ച് തോന്നിയാസം പറയാ. അവൻ അതും പറയും, അതിലപ്പുറം പറയും. ഹേട്ടനെ കൂട്ടുകാന്ന് കരുതരുത്. ചേച്ചിക്ക് ലംബോദരൻ ചേട്ടനല്ലാതെ വേറൊരുത്തനുമായിട്ട് സംബന്ധം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ അതവന്റെ തള്ളയ്ക്കായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി മൊത്തം എത്ര തള്ള ഉണ്ട്? ലംബോദര, ഞാനൊന്നും പറഞ്ഞില്ലേ. അതുകൊണ്ടാ ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ സൂക്ഷിക്കണോ. കണാരന്റെ തന്നെ സ്വഭാവ മക്കൾക്ക്. അവര് നമ്മളെ മക്കളെ ചീത്തയാക്കാണ്ട് നമ്മൾ നോക്കണേ. നാരായണി ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. വൈദ്യരെ, അച്യുതനും അമ്പിയയ്ക്കും പറ്റിയ കുടുംബക്കാരെ അന്വേഷിക്കണം. അത് ഞാൻ ഏറ്റു. കൂട്ടത്തിൽ ഇവളെ കൂടി ആരെങ്കിലും കെട്ടിയെടുത്തിരുന്നെങ്കിൽ ഞാനൊന്ന് രക്ഷപ്പെട്ടേനെ. തീരുമാനം ഒരിക്കലും മാറ്റരുത്. നാരായണിത്തള്ളയുടെ മക്കൾക്ക് എന്തുറപ്പിന്റെ പേരിലാ നമ്മുടെ മക്കളെ സംബന്ധം ചെയ്തു കൊടുക്കുക? ദുഷ്ടയാ, പരമദുഷ്ട. എനിക്കൊരു ദുഃഖമേ ഉള്ളൂ വൈദ്യരെ. അവൾ എന്റെ പെങ്ങളായി പിറന്നുപോയല്ലോ എന്ന്. അവര് പറയുന്നതും ഇത് തന്നെയാ. കോന്തൻ കൂടെ പിറന്നത് മുജ്ജന്മ ശാപമാണ് പോലും. പിറന്നു അത് മാറ്റാൻ ഒക്കില്ലല്ലോ. ഇനി അങ്ങോട്ടൊരു ലോഹ്യം വേണ്ട. അത് ഈ ജന്മത്തുണ്ടാവില്ല. മക്കള് തമ്മിൽ ആരും അറിയാതെ പഴയ ബന്ധം തുടരുന്നുണ്ട്. ഇപ്പൊ കിട്ടിയ വാർത്തയാ. എന്റെ കണ്ണുമ്പിലകം പെട്ടാൽ വെട്ടി ദുരുക്കിട്ടൻ. അമ്മാവനും അമ്മയും തമ്മിലുള്ള പിണക്കം കൂടി വരുന്നതേ ഉള്ളൂ. എന്താ ചെയ്യാ മണിയേട്ടാ? ഇതിനൊക്കെ കാരണം ആ ഏഷ്ണി വൈദ്യനാ. അയാൾക്കിട്ട് 4 എണ്ണം കൊടുക്ക വേണ്ടത്. അയാൾക്കിട്ട് 2 എണ്ണം കൊടുക്കണമെന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മായിക്കൊക്കെ അയാളെ വിശ്വാസം. അയാൾ പറയുന്നത് കേൾക്കൂ. മണിയേട്ടനെ കാണാൻ വന്നാ കുന്നുകളെന്ന് അമ്മ പറയുന്നത്. ഇപ്പൊ തന്നെ അമ്മയുടെ കണ്ണു വെട്ടിച്ച് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞ വന്നത്. അച്ഛന്റെ ദുർവാശി അമ്പികയ്ക്ക് അറിയാലോ. പറഞ്ഞ പോലെ ചെയ്യും. ഒരു പിടിയും കിട്ടുന്നില്ല. മണിയണ്ട
വടക്കേക്കരയിൽ ആന്തരിയെ കാണരുതെന്ന് പറഞ്ഞാൽ ധിക്കാരം കാട്ടാൻ മാത്രം തെക്കേക്കരക്കാർ വളർന്നോ? ഞാനല്ലേ തെറ്റിയത്, എന്നല്ലേ തല്ലേണ്ടത്? നിന്നെ തല്ലിയാ നീ പഠിക്കില്ല, കള്ളറാ നീ. ഇനി ഇത് ആവർത്തിച്ചാൽ കൊല്ലിച്ചാൽ ഇവിടെ എന്നാ നിനക്കറിയാമല്ലോ. വടക്കേക്കര കനാരനെ നിന്നെ മരുമകളായി വേണ്ട, ഓടി. അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തി തറവാട്ടിലേക്ക് വന്നാൽ നിനക്ക് നിന്റെ അച്ഛനെ കാണാം. ഇല്ലേ നിന്റെ അച്ഛന്റെ ശവവും. എന്റെ പുണ്യ നോനാണ് ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്ക്. എന്റെ ഈശ്വര, ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത്? അല്ല പോയോ? എടി എടി ശരിയാ കുടി. ആഹാ അങ്കുടി ഇത് കേമി എന്റെ മോളെ തല്ലാ മാത്രം നിന്റെ തന്തക്കാണാരം വളർന്നെങ്കിൽ നിന്നെ എനിക്ക് കൊല്ലാടി. അയ്യോ അടിപൊട്ടി. നീ പോടി അവിടുന്ന്. എന്റെ മോളെ തല്ലേ എന്റെ മോളിൽ അടിച്ചത് മതി. ഇവരാരെങ്കിലും അതൊന്ന് പിടിച്ചു മാറ്റണം. അമ്മായി ഓടി വരണേ ഓടി വരണേ ഓടി വരണേ ഓടി വരണേ. ഇവരാരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റേ, ഒന്ന് പെട്ടെന്ന് പിടിച്ചു മാറ്റേ. എന്നെ വിട. കനാരം കാണോരെ നാരായണിത്തള്ള നിങ്ങളെ മോളെ പുഴയിലിട്ട് തല്ലി. എന്റെ മോള് വിശാലാക്ഷി കരയരുത്, കരയേണ്ടത് അവളാ, നാരായണി. അവളെ ഞാൻ കരയിപ്പിക്കും. കാർന്നോരെ ഒറ്റയ്ക്ക് പോകരുത്. നാരായണിത്തള്ളയുടെ കൂടെ കുറെ ആളുകളുണ്ട്. കുറച്ചാളുകളെ നിങ്ങളും വിളിച്ചോളി. നോക്കി നിൽക്കാതെ പോയി തല്ലടാ. ഞാനും പോണം പുല്ലേ. നീ എന്റെ മോളെ തല്ലി അല്ലേടി? ഇനിയും തല്ലൂടെ കെറ്റ്. നീ എന്ത് ചെയ്യൂടാ? ഇത് തന്നെ നിൽക്കേണ്ടതുണ്ട്. ഉൽപ്പലാക്ഷ, നിന്റെ ഊഴമായി കണാരം കാർന്നോരും നാരായണി തള്ളയും തമ്മിലുള്ള യുദ്ധം ഈ അടുത്ത കാലത്തൊന്നും തീരില്ല. അതിന്റെ തീ അണയുന്നതിന് മുമ്പ് നീ എവിടെ എത്തണം? സംഗതി ഇത്രയും വഷളായ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് ചെന്നാൽ അവമാനങ്ങനെ എന്നെ എടുത്തിട്ട് പൊരിക്കൂ. പൊരിക്കുകയും പുഴുങ്ങുകയും ഒന്നുമില്ല, നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. പിന്നൊരു കാര്യം, എന്താ? അവിടെ നിനക്കെതിരെ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടായാലും നീ പ്രതികരിക്കരുത്. എന്റെ ദേഹത്ത് തൊട്ട് കളിച്ചാൽ കളി മാറും, ഞാൻ പ്രതികരിക്കും. കരിക്കരുത്. അങ്ങനെ കരിച്ചാൽ എന്റെ പദ്ധതിയെ കഴിയും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. നീ നാട്ടുകാരെ കയ്യിലെടുക്കണം. എന്നിട്ട് അവരെ കൊണ്ട് ആ കള്ള തിരുമാലികളുടെ മഷിക്കുപ്പി തല്ലി പൊട്ടിക്കണം. എന്റെ ജീവിതം തൊലച്ച മഷിയാണ്. മഷി എങ്കിൽ മഷി. ഞാൻ എപ്പോഴാ അങ്ങോട്ട് വരേണ്ടത്? പറയാം. നാളെ സൂര്യൻ ഉദിച്ചെങ്കിൽ നീ യാത്രയാകുന്നു മുങ്ങാങ്കുഴിയിലേക്ക്. ഈ മുങ്ങാങ്കുഴിയിൽ ഒരു കാറോ? ധാരപ്പ ഇത്. ഇയാളെ എവിടെയെങ്കിലും കണ്ട് പരിചയമില്ലല്ലോ. അതെ, ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്.
വല്ല മരുന്നും വാങ്ങാനായി. ഇവിടത്തെ മരുന്നുടി ചേർത്ത വല്ലവന്റെ ബന്ധുവാകും. നഷ്ടപരിഹാരം വാങ്ങാനേ. വിലക്കാതെ പോടാ. വൈദ്യരല്ലേ? അതെ. എങ്ങനെ അറിയാം? കുഞ്ഞിക്കാട്ടുശ്ശേരി കറുപ്പൻ വൈദ്യരടുത്തല്ലേ വൈദ്യം പഠിച്ചിരുന്നത്? അദ്ദേഹമാണല്ലോ എന്റെ ഗുരു. അദ്ദേഹത്തിന്റെ പെങ്ങടെ മോനാ ഞാൻ, ഉൽപ്പലാക്ഷൻ. ഉൽപ്പൻ. എനിക്ക് വിശ്വസിക്കാനാവണില്ല. അന്ന് ഞാൻ കാണുമ്പോ ഗോരോചനാദി ഗുളികയുടെ അത്ര പോകുന്ന ചെക്കനാ. ഇപ്പോ മോമ്പാ കുടിക്കാൻ ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, കുറച്ചു കഴിഞ്ഞ് ഊണ് മതി. പിന്നെ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാ പറഞ്ഞോളൂ. അമ്മാവന്റെ ശിക്ഷ അനുസരിക്കാൻ കാത്തു നിൽക്കുന്നു. വൈദ്യർ അമ്മാവന് കത്തെഴുതിയപ്പോ കടയുടെ മേളിലൊരു മുറി ഒഴിഞ്ഞു കിടപ്പുണ്ടെന്ന് എഴുതിയിരുന്നില്ലേ? ഉവ്, അത് ഇപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടക്കുക. എങ്കിൽ അതെനിക്ക് വാടകയ്ക്ക് തരണം. ഒരു ചെറിയ പരിപാടി തുടങ്ങാന്. വാടകയ്ക്കോ? എന്റെ ഗുരുനാഥന്റെ മരുമകന്റെ അടുത്ത് ഞാൻ വാടക വാങ്ങി. എന്താ ഉൽപ്പൻ ഈ പറയുന്നേ? ഇതാ പിടി മോനിത് പിടി. വലിയ ഉപകാരം. അല്ല, നിങ്ങൾ എന്താ മുകളിൽ നടത്താൻ പോണത്? അതൊക്കെ ഈ ബോർഡിലുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാനത് അവിടെ തൂക്കും. അപ്പൊ അറിഞ്ഞാ മതി. ഞാനെടുക്ക. മോൻ വാ വാ. സൂക്ഷിച്ചു കയറണം, പഴയ കോണിയാ. ഇതുപോലെ എത്ര കോണി കയറിയവനായി ഉൽപ്പലാക്ഷൻ. കേറ് കേറ്. എന്തായിരിക്കും ആ ബോർഡില്? ഇനി വല്ല ഡോക്ടറോ മറ്റോ ആണോ? എനിക്ക് വൈദ്യുതി ആഫീസ് പൂട്ടും. അകത്തേക്ക് വലത് കാലെടുത്ത് വെച്ച് കയറിക്കോളൂ. അതിനിത് മണിയറയൊന്നുമല്ലല്ലോ. വേണമെങ്കിൽ മണിയറയാക്കി മാറ്റാം. പിന്നെ എല്ലാം ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഒക്കെ റെഡി. ആദ്യം ഈ ബോർഡ് ഒന്ന് തൂക്കാം. അതാ ബോർഡിൽ നിന്നു. അതെ, പാര. വടക്കേക്കര കനാരനും തെക്കേക്കര നാരായണിക്കും പാര. ഇനി ഇവിടെ ഒരു കളി നടക്കും. ആടിത് കണ്ടായോ കാമരൂപിണിയായ താതക വധിക്കുന്ന കാലനെ. കിഴക്കേ പറത്ത് തോട്ടത്തിൽ നിന്നാ ഇതിവിടെ ഇരുന്നോട്ടെ. ഇതൊക്കെ എന്തിനാ ചാത്ത? കഴിഞ്ഞ വർഷം കുലകെട്ട കള്ളനെ കാരണവരും ഭക്ഷണമൊക്കെ പിടിച്ച പിന്നെ ഇതുവരെ കള്ളന്റെ ഉദ്യോഗം ഉണ്ടായിട്ടില്ല. അതുണ്ടാവില്ല. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ നാട്ടിൽ കള്ളന്മാരും ഉണ്ടാവില്ല. അതിരിക്കട്ടെ, പുതുതായിട്ട് വന്ന മഷിതോട്ടക്കാരെങ്ങനെയുണ്ട്? പേര് കേട്ട നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളപ്പോ നാട്ടുകാരെങ്കിലും അവന്റെ അടുത്ത് പോവോ? പോരുത്. അവന്റെ അടുത്ത് മാത്രമല്ല, അവളുടെ അടുത്തും. ഈ നാട്ടിൽ മഷി നോക്കാൻ ഇവിടത്തെ കഴിഞ്ഞൊരാളുണ്ടോ? സോപ്പ് എന്തോ തരാ? അല്ല, കുളിക്കാനുള്ള സോപ്പ് തീർന്നെന്ന് ഞാൻ പറയുകയായിരുന്നു. അധികം വിളയണ്ട കേട്ടോ. രാമ, എന്തോ? ഉൽപ്പലാശന്റെ അടുത്ത് ആരും പോകുന്നില്ലെന്ന് കേട്ടോണ്ട് മാത്രം എനിക്ക് സന്തോഷാവോ? പിന്നെന്താ വേണ്ടത്? കാണാന്റെ അടുത്തും ആരും പോകരുത്. മഷി നോക്കാൻ. മനസ്സിലായി മനസ്സിലായി. ഏതു നേരം കവലയിൽ ഒരു കണ്ണ് വേണം. ഉവ്വ. ആരെങ്കിലും വന്നാൽ വഴി തെറ്റാതെ ഇവിടെ എത്തിക്കണം. അത് ഞാനേറ്റു. ഇവിടെ വന്നാൽ വഴി പഴക്കുമല്ലോ. എന്തോതരാ? ഞാനൊന്നും പറഞ്ഞില്ലേ? നമ്മള് പറഞ്ഞു. ഇതല്ലേ മഷിനോട്ടക്കാരുടെ ഗ്രാമം? അതെ. കൂട്ടത്തിൽ ആരാ നല്ലത്? സംശയം എന്തിനാ? കാണാൻ കാരണം തന്നെ വന്നാട്ടെ. എനിക്ക് അതൊക്കെ പണ്ട്. ഇപ്പൊ സത്യമാണെങ്കിൽ നാരായണിത്തല തന്നെ കാണണം. അതിന് വേറെ ആളെ നോക്കണം. ഇയാളെ ഞാൻ കൊണ്ടുപോകും. എന്താ ഇത്? നമ്മുടെ ഗ്രാമത്തിൽ വന്ന ഒരാളോട് അപമര്യാദയായി പെരുമാറുക? അയ്യേ, ഞാൻ കൊണ്ടുപോവാ. ഇവരൊന്നും ശരിയല്ല. നല്ല ഒന്നാം തരം ആളെ ഞാൻ കാണിച്ചു തരാം. മണ്ടന്മാര് അപ്പം കൊണ്ട് കുറുക്കം പോയി. നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ പോയി വിവരമൊക്കെ പറഞ്ഞിട്ട് വരാം. മൂപ്പര് ചിലപ്പോ പ്രാർത്ഥനയിലായിരിക്കേ. അത് എന്തിനെ പറ്റി അറിയണ്ടേ? ഭാര്യയുടെ കാര്യമാ. ഓ, അയ്യാ, പാട്ട് കേട്ടിരിക്ക. ഒന്ന് വേഗം റെഡിയാ. ഒന്ന് വേഗം റെഡിയാവാൻ. എന്തു പറ്റി? ഒരു കോള് വന്നിട്ടുണ്ട് മഷി നോക്കാൻ. എന്റെ അമ്മോ, എനിക്ക് വയ്യ. കഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് വന്ന സാധന. എന്തെങ്കിലും പറഞ്ഞ് തടി തപ്പിയേ പറ്റൂ. എന്ത് പറയും? അത് പറഞ്ഞതാ. അയാൾക്ക് അയാളുടെ ഭാര്യയെ പറ്റി അറിയേണ്ടത്. അയാളുടെ ഭാര്യയെ പറ്റി എനിക്ക് എങ്ങനെ അറിയാം? എടാ മണ്ട മണ്ടാകണ്ടെന്നുള്ള വിലയൊന്നും വേണ്ട. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഭാര്യയെ പറ്റി ഒരു ഭർത്താവ് മഷി നോക്കാൻ വരുമ്പം അവന് അവരെ സംശയം ഉണ്ടാകുന്ന ഉറപ്പ്. വല്ല ജാരനുണ്ടെന്നോ വഞ്ചകയാണെന്നോ പെശകാണെന്നോ ഉണ്ടെന്നോ തട്ടി വിട്ടേക്ക്. ഞാനിതാ പോണ്. നീ നേരെ ഇരി, ഞാൻ അയാളെ കെട്ടുവിടാം. ഈ കുന്തൊക്കെ എടുത്ത് കളാ. ഇപ്പൊ ശരിയായി കൊടുക്കാം. എല്ലാം പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് ചെന്നാ മതി. ഓ, വലിയ ഉപകാരം. എന്റെ കാര്യം ആദ്യം ഇരിക്കുക. എന്റെ ഭാര്യയുടെ കാര്യമാ. കുറച്ചു കാലമായിട്ട് ഒരു സംഗതി അവളെ വിടാതെ പിടിച്ചിരിക്കുക. എല്ലാം എനിക്കറിയാം. ഇതെല്ലാം എനിക്കറിയാമോ? നമഃ ഓം വൃദ്ധായ നമഃ ഓം ആയുഷ്മാൻ ഭവ ഓം ഓം വൃദ്ധായ. നിങ്ങളറിയാതെ മറ്റൊരു പുരുഷനുമായുള്ള അവരുടെ ബന്ധം
മഷിയിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ഇത്രയും വഞ്ചകയായ അവളെ ഇനിയും നിങ്ങളുടെ കൂടെ താമസിപ്പിക്കുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല. എടാ, വാദം പിടിച്ച് തവണ വെക്കുന്ന എന്റെ ഭാര്യയുടെ അസുഖത്തിന്റെ കാര്യം അറിയാനാ ഞാൻ വന്നത്. വൈദ്യര് പറഞ്ഞത് നീയും നിന്റെ വൈദ്യര് കൊല്ലും ഞാൻ എല്ലാത്തിനും. എന്റെ ഭാര്യ പരിശുദ്ധയാടാ, പരിശുദ്ധ. നീയും നിന്റെ ബാഗ് ഒരു മഷിനോട്ടം മനുഷ്യനെ കബളിപ്പിക്കാൻ. എന്തായി കാര്യങ്ങളൊക്കെ മംഗളായില്ലേ? എന്റെ ഭാര്യയ്ക്ക് ഒരു രഹസ്യക്കാരനെ ഉണ്ടാക്കാനാണ് താൻ അവന്റെ അടുത്ത് കൊണ്ടുപോയത്. എന്താ പറ്റിയത്? അത് അവനോട് ചോദിക്കേ. പിന്നെ ഒരു കാര്യം, എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതരുത്. വരുന്നുണ്ട് ഞാൻ കുറെ ആൾക്കാരുമായിട്ട്. എന്തിനാ? അവനെ നിന്നെ കൊല്ലാനായിട്ട്. ഉൽപ്പലാക്ഷ രക്ഷപ്പെട്ടോ.